നേഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും എത്ര മാർക്കാണോ കിട്ടിയിരിക്കുന്നത് ആ മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് 93 മാർക്കാണ് കിട്ടിയതെങ്കിൽ 93 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 77.50 ആണ് കിട്ടുന്നത്. അടുത്തായിട്ട് കെമിസ്ട്രിയുടെ മാർക്ക് നോക്കുകയാണെങ്കിൽ 97 ആണ് കിട്ടിയതെങ്കിൽ 97 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യുമ്പം 80.83 കിട്ടും. ഇനി അടുത്ത ബയോളജിയുടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 120ൽ 119 ആണ് കിട്ടിയതെങ്കിൽ 119 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യുമ്പം 99.17 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടിയ 3 നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതായത് 77.50 പ്ലസ് 80.83 പ്ലസ് 99.17 ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 257.499 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ 257.499 എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. ഈ ഇൻഡെക്സ് മാർക്ക് ഔട്ട് ഓഫ് 300 ആണ്. അപ്പോൾ 300ൽ 257.499 ആണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് ഒരുമിച്ചല്ല ആഡ് ചെയ്യുന്നത്. പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രം പ്ലസ് ടുവിന് നിങ്ങൾക്ക് ഫിസിക്സിൽ കെമിസ്ട്രിക്ക് ബയോളജിക്ക് എത്ര മാർക്കാണോ കിട്ടിയത് ആ പ്ലസ് ടുവിന് കിട്ടിയ മാർക്ക് മാത്രം വെച്ചാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് LBSൽ മാത്രമാണ് ഈ രീതിയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. PNC മാക്കിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് വേറെ രീതിയിലാണ്. അതായത് PNC മാക്കിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ LBSൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്ക് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ.